Welcome to GEOD IAS Current Affairs Top Line. GEOD IAS has started PCM batch targeting 2027 Civil Service Examination. Per month only 1,000 rupees ആണ് ഫീ വരുന്നത്. വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 5,000 rupeesന് 2 years സബ്സ്ക്രിപ്ഷൻ ആൻഡ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. സോ ജോയിൻ നൗ. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സീ ഓഫ് അസോവ് ആണ്. UPSC ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. യുക്രൈൻ ആൻഡ് റഷ്യയുടെ ഇടയ്ക്കാണ് സീ ഓഫ് അസോവ് വരുന്നത്. ജിയോ പൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ടാണ്. സീ ഓഫ് അസോവ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മിലിറ്ററി അറ്റാക്ക് രീതിയാണ്. കാര്യം നമ്മുടെ യുക്രൈൻ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള, യുക്രൈൻ്റെ എക്കണോമിക് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സീ റൂട്ടാണ് സീ ഓഫ് അസോവ്. കാര്യം ചരക്ക് കപ്പലുകളുടെ നീക്കമായാലും ശരി, യുക്രൈനിലേക്ക് സാധനങ്ങൾ എത്തുന്നതായാലും ശരി, വെസ്റ്റേൺ പോർട്ട് വഴിയാണ് സീ ഓഫ് അസോവിൻ്റെ. സോ സീ ഓഫ് അസോവ് പിടിച്ചെടുക്കുക എന്നുള്ളത് യുക്രൈനെ സംബന്ധിച്ച് വലിയൊരു ഇക്കണോമിക് സ്റ്റാഗ്നേഷൻ ഉണ്ടാക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൺവെൻഷൻ ഓൺ ദ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ്. മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് സിവിയർ വെതർ കണ്ടീഷൻ ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഫുഡ് അന്വേഷിച്ചോ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടോ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് കോണ്ടിനെൻറ്റ് ടു കോണ്ടിനെൻറ്റ് ഓർ കൺട്രി ടു കൺട്രി ഓർ പ്ലേസ് ടു പ്ലേസ് ഷിഫ്റ്റ് ചെയ്തത് മാറിപ്പോകുന്ന ഈ മൃഗങ്ങളെയും ബേർഡ്സിനെയാണ് മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈഗ്രേറ്ററി ആനിമൽസ് എന്ന് പറയുന്നത്. ഈ മൈഗ്രേറ്ററി സ്പീഷീസ് എവിടെ നിന്ന് വരുന്നു എന്ന് പോലും നോക്കാതെയാണ് ആൾക്കാർ ഹണ്ട് ചെയ്യുന്നത്. അല്ലെ, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇതിനെ ഹണ്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ മീറ്റ്. ഇപ്പോൾ നമ്മൾ വെള്ളായണിയൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയും വെള്ളായണിയിലൊക്കെ ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ യെല്ലോ വാബ്ലർ എന്ന് പറയുന്ന ബേർഡിനെയൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് റഷ്യയിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ ചിലിക്ക ലേക്ക് പോലെ, അല്ലെങ്കിൽ കെലിഡിയോ നാഷണൽ പാർക്ക് പോലെ, സാമ്പാർ ലേക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും ആ ഒരു കാലയളവ് കംപ്ലീറ്റ് ചെയ്യാനും അവിടെ ഫുഡിനൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സംരക്ഷണം എല്ലാ കൺട്രീസും ഒത്തൊരുമിച്ച് ചേർന്നാലേ നടക്കുകയുള്ളൂ. ഇപ്പോൾ റഷ്യൻ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കാര്യം അവിടെ നിന്ന് ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്കാണ് വരുന്നത്. സോ അതിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ സംരക്ഷണത്തിനായിട്ട്. അപ്പോൾ അതാണ് കൺവെൻഷൻ ഫോർ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ്. ഈ ഒരു കൺവെൻഷൻ്റെ മറ്റൊരു പേര് ബോൺ കൺവെൻഷൻ എന്നാണ്. ബോൺ ഒരു പ്ലേസിൻ്റെ പേരാണ്. ബോൺ കൺവെൻഷൻ ഇസ് ആൻ എൻവയറമെൻ്റൽ ട്രീറ്റി അണ്ടർ ദ ഏജീസ് ഓഫ് യുണൈറ്റഡ് നേഷൻ എൻവയൺമെൻറ്റ് പ്രോഗ്രാം. UNEPയുടെ കീഴിൽ വരുന്നൊരു എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാമാണ് ഈ ഒരു കൺവെൻഷൻ ഓൺ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ്. ഈ COP എന്ന് പറയുന്നത് ഇവരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ രാജ്യങ്ങൾ ഈ ഒരു കൺവെൻഷൻ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് COP എന്ന് പറയുന്നത്. COP പലതുണ്ട്. ഇപ്പോൾ ഈ ഒരു മൈഗ്രേറ്ററി സ്പീഷീസിൻ്റെ COP ഉണ്ട്, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ COP ഉണ്ട്. സോ കൺഫ്യൂസ്ഡ് ആവരുത്. ക്ലൈമറ്റ് ചേഞ്ച് COP 29 ആണ്. ഈ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ കൺവെൻഷൻ COP 15 ആണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നത്. ഈ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ യുനെപ്പിൻ്റെ കീഴിലാണ്, യുണൈറ്റഡ് നേഷൻ എൻവയൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിലാണ്. ഇതൊക്കെ ഈ ഒരു ചെറിയ ചെറിയ കീ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ട്രാപ്പ് വീഴാം. ഓക്കെ, സോ ഇതൊക്കെ ഈ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റീസെൻ്റായിട്ട് COP 15 ആണ് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. COP 15 40 ന്യൂ സ്പീഷീസും കൂടി ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഓൺലി ഗ്ലോബൽ ആൻഡ് UN ബേസ്ഡ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? മൈഗ്രേറ്ററി സ്പീഷീസിന് വേണ്ടിയിട്ട്. അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഓർഗനൈസേഷനാണ്. അത് ഗ്ലോബലി ആണ്, ഇൻ്റർ ഗവൺമെൻറ്റിലാണ്, ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ്, UN ബേസ്ഡ് ആണ്. ഓക്കെ, the parties to the convention acknowledge the importance of conserving migratory species and the need to pay special attention to species whose conservation status is unfavorable. മൈഗ്രേറ്ററി സ്പീഷീസിൻ്റെ സംരക്ഷണം തന്നെയാണ് ഈ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ അക്നോളജ് ചെയ്യുന്നത്. ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടി എന്ന് പറയുന്നത് COP എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ഓർഗനാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കൺവെൻഷന് 2 അപ്പൻഡിക്സ് ഉണ്ട്. ഫസ്റ്റ് അപ്പൻഡിക്സിൽ എൻഡേഞ്ചർഡ് മൈഗ്രേറ്ററി സ്പീഷീസ് ആണ് വരുന്നത്. സെക്കൻഡ് അപ്പൻഡിക്സിൽ അൺഫേവറബിൾ കൺസർവേഷൻ സ്റ്റാറ്റസ് ആണ്. IUCN ലിസ്റ്റ് പ്രകാരം സ്പീഷീസിനെ എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, ത്രെട്ടൺ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ ലിസ്റ്റാണ് അപ്പൻഡിക്സ് 1 വരുന്നത്. ഇന്ത്യൻ നേവി റീസെൻ്റായിട്ട് ഇയോൺസ് മാരിടൈം എക്സസൈസ് ടേബിൾ ടോപ്പ് എക്സസൈസ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ വെച്ച്? കൊച്ചിയിൽ വെച്ചിട്ടാണ്. എന്തിനായിട്ടാണ്? ടു അഡ്രസ് നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മൾ സാധാരണ
കണ്ടുവരാറുള്ളതിനപ്പുറം കുറച്ച് ത്രെഡ്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഈ ഒരു നേവൽ എക്സസൈസ് നടത്തിയത്. ഡെലിഗേറ്റ്സ് ഫ്രം 12 മെമ്പർ നേഷൻ പാർട്ടിസിപ്പേറ്റഡ്. 25 മെമ്പർ നേഷൻസ് ഉണ്ട്, അതിൽ 12 മെമ്പർ നേഷൻസ് എന്നുള്ള ഡെലിഗേറ്റ്സ് പങ്കെടുത്തു. ഇമെക്സ് ആൻഡ് ഇല്ല, ഇമെക്സ് TTX. ഓക്കെ, ഇമെക്സ് TTX. ഈ എക്സസൈസ് എന്തിലേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സെക്യൂരിറ്റി ചാലഞ്ചസ് ലൈക്ക് പൈറസി, മാരിടൈം ടെററിസം, illegal trafficking which threaten global trade and energy flows. The exercise coincides with India assuming the chairmanship of the Indian Ocean Naval Symposium. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിമ്പോസിയത്തിൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് 16 വർഷത്തെ ഗ്യാപ്പിന് ശേഷം. എത്ര കാലയളവിലെത്തേക്കാണെന്ന് ചോദിച്ചാൽ 2026 to 2028 വരെയാണ്. ഓക്കെ, 16 വർഷത്തിന് ശേഷമാണ് ഈ ലീഡർഷിപ്പ് റോളിലേക്ക് എത്തുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇയോൺസ് ഇസ് എ ക്രിട്ടിക്കൽ വെഹിക്കിൾ ഫോർ ഇറ്റ്സ് മഹാസാഗർ വിഷൻ. എന്താണ് മഹാസാഗർ വിഷൻ? മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻസ്. അതായത് മാരിടൈം സെക്യൂരിറ്റി തന്നെയാണ് പ്രധാനമായിട്ടും. ഇറ്റ് അലൗസ് ഇന്ത്യ ടു സ്ട്രെങ്തൻ ഇറ്റ്സ് റോൾ ആസ് എ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ സെക്യൂരിറ്റി കൂട്ടാനും, അതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ പറ്റില്ലല്ലോ, ഒരു കൂട്ടായ്മ, വളരെ ശക്തമായൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇയോൺസ് നമ്മളെ സഹായിക്കും. അയോൺസ് ഓർ ഇയോൺസ്, either way you can pronounce. നെക്സ്റ്റ് COP29. ഈ COP ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. യുഎൻ്റെ തന്നെയാണ്, പക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് ആണ് അഡ്രസ്സ് ചെയ്യുന്നത്. UNFCCC ഇതിൻ്റെ കീഴിലുള്ള COP ആണിത്. ആൻഡ് COP നടന്നത് ബക്കു, അസർബൈജാനിലെ ബക്കു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു COP29 നടന്നത്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള COPs ഉണ്ട്. COP21 ഇമ്പോർട്ടൻ്റ് ആണ്, 27 ഇമ്പോർട്ടൻ്റ് ആണ്. 21-ലാണ് പാരീസ് എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളും, കാർബൺ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പാരീസ് എഗ്രിമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അമേരിക്ക റീസെൻ്റായിട്ട് പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് പിൻവാങ്ങുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കാർബൺ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ പാരീസ് എഗ്രിമെൻറ്റിലാണ്. സോ അതുകൊണ്ട് തന്നെ COP21 കൂടെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് സെഷനിൽ COP ഫുൾ, ആ ഒരു സെഷൻ ഫുള്ള് ആഡ് ചെയ്യുന്നതായിരിക്കും. COP29 ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രിപ്ലിംഗ് ക്ലൈമറ്റ് ഫിനാൻസ്. അതായത് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഡെവലപ്ഡ് നേഷൻസാണ് ഇത്രയും വലിയ ക്ലൈമറ്റ് ചേഞ്ചിനും ഇത്രയും വലിയ ക്ലൈമറ്റിക് ഡിസാസ്റ്ററിനും കാരണം. അവരാണ് ഏർലി ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ നമ്മുടെ പ്രകൃതിയെ ഒരു നോട്ടോ ഇല്ല ഇത്രയും പൊല്യൂട്ടഡ് ആക്കിയത്, ഇത്രയും കെമിക്കൽസ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും, പ്രകൃതി ഇത്രത്തോളം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇതിലോട്ട് എത്തിച്ചതും ഒക്കെ ഡെവലപ്ഡ് കൺട്രീസാണ്. അപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസിനോട് നിങ്ങൾ പൊല്യൂഷൻ കുറച്ച് ഡെവലപ്പ് ചെയ്യൂ എന്ന് പറയാൻ അവർക്ക് പറ്റണമെങ്കിൽ കുറച്ച് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തേർഡ് വേൾഡ് കൺട്രീസിനും അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഡെവലപ്ഡ് കൺട്രീസ് ഫിനാൻസ് ചെയ്യണം, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ന്യായം. സോ ഇത്തവണ ആ ഒരു ക്ലൈമറ്റ് ഫിനാൻസ് ട്രിപ്പിൾ ചെയ്തു എന്നാണ് പറയുന്നത്. COP29 pledged to increase climate finance for developing countries to $300 billion annually by 2035 under the new collective quantified goal. നെക്സ്റ്റ്, നമ്മുടെ ഓരോ രാജ്യങ്ങളുടെയും എമിഷൻസിൻ്റെ കണക്ക് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി ഫ്രെയിംവർക്ക്. ഇപ്പോൾ കാർബൺ സിങ്ക് ഡെവലപ്പ് ചെയ്തായാലും ശരി, സെക്വസ്റ്റർ ചെയ്തായാലും ശരി, എമിഷൻസ് കുറച്ചു എന്നുള്ളതായാലും ശരി, കണക്കുകളും കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അത് മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അഫക്റ്റഡ് ആവുന്നത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനും മറ്റു പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഫോർ നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻസ്, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ എഗ്രിമെൻറ്റ്സ് എല്ലാം പേപ്പർ ടു വർക്ക് ആയിട്ടില്ല, കാര്യക്ഷമമായിട്ട് പേപ്പർ ടു വർക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഐലൻഡ്സ് ഇപ്പോൾ മുങ്ങിപ്പോകുന്നുണ്ട്, തുവാളും ഒക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ പാരീസ് എഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 7 പ്രകാരമുള്ള ഒരു എൻഹാൻസ്ഡ് ക്ലൈമറ്റ് റെസിലിയൻസ് ആൻഡ് അഡാപ്റ്റീവ് മെഷേഴ്സ് ഈ ബക്കു അഡാപ്റ്റേഷൻ റോഡ് മാപ്പ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ജെൻഡർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു വിഷയം ചർച്ചയായിട്ടുണ്ട്. റിന്യൂഡ് ദ ലിമ വർക്ക് പ്രോഗ്രാം ഓൺ ജെൻഡർ for 10 years to ensure gender equality in climate action.
ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് സ്ത്രീകളും കുട്ടികളുമാണല്ലേ. അപ്പോൾ അതും ചർച്ചയായിട്ടുണ്ട്. പ്ലസ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്തണം എന്നുള്ളതും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കാർബൺ മാർക്കറ്റ് മെക്കാനിസത്തിൻ്റെ കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാലം അത് ചർച്ച ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതല്ലാതെ അതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബക്കു COPയിൽ അതിനൊരു എഗ്രിമെൻ്റ് ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഫൈനലൈസ് ദ എഗ്രിമെൻറ്റ് ഓൺ ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് എഗ്രിമെൻറ്റ്. ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് എഗ്രിമെൻറ്റിലാണ് കാർബൺ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. വാട്ട് ഈസ് കാർബൺ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺട്രി ഇത്ര ടൺ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയെങ്കിലും സെക്വസ്റ്റർ ചെയ്തു എന്ന് വെക്കുക. സെക്വസ്ട്രേഷൻ മീൻസ് അതിനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്തു എന്ന് വെക്കുക. അത്രയും ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അവർക്ക് കാർബൺ മാർക്കറ്റിൽ വെക്കാം. വേറൊരു കൺട്രി അവർക്ക് അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്താൽ ഇവിടെ നിന്നും അതായത് സപ്പോസ് ഇന്ത്യയാണ് കാർബൺ സെക്വസ്റ്റർ ചെയ്തതെന്ന് വെച്ചോ, ഇവിടെ നിന്നും അവർക്ക് വാങ്ങിക്കാം അത്രയും കാർബൺ ഡയോക്സൈഡ്. ഇത്രയാണ് കാർബൺ മാർക്കറ്റ്. ഓക്കെ. മാത്രവുമല്ല ഇൻഡിജീനിയസ് പീപ്പിൾ ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് അവർക്ക് വേണ്ടിയിട്ടും ബക്കുവിൽ ചർച്ചകൾ നടന്നു. അഡോപ്റ്റഡ് ദ ബക്കു വർക്ക് പ്ലാൻ എക്സ്റ്റെൻഡിങ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിജീനിയസ് പീപ്പിൾസ് പ്ലാറ്റ്ഫോം മാൻഡേറ്റ് ടു ഇൻ്റഗ്രേറ്റ് ട്രഡീഷണൽ നോളജ് ഇൻ ടു ക്ലൈമറ്റ് പോളിസീസ്. ട്രഡീഷണൽ നോളജൊക്കെ വളരെ വാല്യുബിൾ ആണല്ലേ. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ ഈ സയൻറ്റിഫിക് നോളജ് ഇല്ലെങ്കിൽ കൂടി വളരെ ആയിരക്കണക്കിന് നാളുകളുടെ എക്സ്പീരിയൻസ് നോളജ് ഉണ്ട്. ആ ട്രഡീഷണൽ നോളജൊക്കെ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാനും തീരുമാനമായി. സോ COP 21, 27 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി. So here we are winding up our session for today. Thank you.